ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ വിളിക്കുന്നില്ല, ചിലപ്പോൾ സമയം കിട്ടുന്നില്ലായിരിക്കും, അല്ല ബ്രേക്കപ്പ് ആയിരിക്കും. ഇതുപോലത്തെ സെൻറ്റൻസുകൾ, അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യമില്ല, നമ്മൾ എല്ലാ ദിവസവും വിളിക്കും എന്നാണെങ്കിൽ വി കോൾ എവരിഡേ എന്ന് മതി. വിളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അത്തരം സെൻറ്റൻസുകൾ നോക്കാം. ഞങ്ങൾ എന്നും പാടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പാടാൻ സമയം കിട്ടാറില്ല, ഇപ്പോൾ എന്നും പാടാറില്ല. വി യൂസ്ഡ് ടു സിങ് എവരിഡേ, അതാണ് ആ പ്രയോഗം. യൂസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉപയോഗിക്കുക എന്നാണ് നമുക്കറിയാം. പക്ഷേ ഈ സെൻറ്റൻസിൽ വരുമ്പോൾ, ഇത്തരം സെൻറ്റൻസുകളിൽ വരുമ്പോൾ ഞങ്ങൾ പണ്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. നീ എന്നും കരയുമായിരുന്നു, നീ കൊച്ചായിരുന്നപ്പോൾ എല്ലാ ദിവസവും കരയുമായിരുന്നു. യു യൂസ്ഡ് ടു ക്രൈ എവറി ഡേ, കരയാൻ വേണ്ടി ഉപയോഗിച്ചു എന്നൊന്നും അല്ല അർത്ഥം, നീ എന്നും കരയുമായിരുന്നു. നീ എല്ലാ രാത്രിയും കൂർക്കം വലിക്കുമായിരുന്നു. കൂർക്കം വലിക്കുക സ്നോറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ എവറി ഡേ അല്ല, എവറി നൈറ്റ് ആണ്. യു യൂസ്ഡ് ടു സ്നോർ എവറി നൈറ്റ്. യു യൂസ് ടു സ്നോർ എവറി നൈറ്റ്. അവൻ ഉത്തരം ഊഹിക്കുമായിരുന്നു. അവൻ അങ്ങനെ പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്ത് ചോദ്യം പറഞ്ഞാലും ഉത്തരം അവൻ ഗസ് ചെയ്യായിരുന്നു. ഹി യൂസ് ടു ഗസ് ദ ആൻസേഴ്സ്. പക്ഷേ ഇപ്പോൾ അവന് അങ്ങനെ പറ്റുന്നില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവനത് ചെയ്യുന്നില്ല. അവൻ എന്നും സിഗരറ്റ് വലിക്കുമായിരുന്നു. അത് അവൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് ആയിരുന്നു. അവൻ എന്നും സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിക്കുക എന്നുള്ളതിന് സ്മോക്ക് എന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ വട്ടം വട്ടം പുക വിടുമായിരുന്നു. ഹി യൂസ്ഡ് ടു സ്മോക്ക് എവറി ഡേ. ഹി യൂസ് ടു സ്മോക്ക് എവറി ഡേ. അവൾക്ക് എന്നെ മനസ്സിലാകുമായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു, അവൾക്ക് എന്നെ മനസ്സിലാകുമായിരുന്നു. ഷി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് മീ. ഷി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് മീ. അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൾ എന്നെ നോക്കി പുഞ്ചിരിക്കുമായിരുന്നു. അവൾ എന്നെ നോക്കി പുഞ്ചിരിക്കുമായിരുന്നു. നോക്കുക എന്നുള്ളതിന് ലുക്കൊന്നും ചേർക്കണ്ട. ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്നതിന് സ്മൈൽ ആറ്റ് സമ്മൺ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഷീ യൂസ്ഡ് ടു സ്മൈൽ അറ്റ് മീ. ഷീ യൂസ്ഡ് ടു സ്മൈൽ അറ്റ് മീ. ആളുകൾ എന്നെ തിരിച്ചറിയുമായിരുന്നു. പണ്ടൊക്കെ ആളുകൾ എന്നെ തിരിച്ചറിയായിരുന്നു, ഞാൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്ന പോലുമില്ല, അല്ലെങ്കിൽ എൻ്റെ രൂപം മാറിപ്പോയി, അല്ല ഞാനിപ്പോൾ ഫേമസ് അല്ല. പീപ്പിൾ യൂസ്ഡ് ടു റെക്കഗ്നൈസ് മീ. പീപ്പിൾ യൂസ്ഡ് ടു റെക്കഗ്നൈസ് മീ. കുട്ടികൾ എന്നെ ബഹുമാനിക്കുമായിരുന്നു. പണ്ട് കുട്ടികളൊക്കെ എന്നെ ബഹുമാനിക്കുമായിരുന്നു. ഇപ്പോൾ ആർക്കും പഴയ പോലെ ബഹുമാനമില്ല. ബഹുമാനിക്കുക റെസ്പെക്റ്റ് ആണെന്നറിയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിൽഡ്രൻ യൂസ്ഡ് ടു റെസ്പെക്ട് മീ. ചിൽഡ്രൻ യൂസ്ഡ് ടു റെസ്പെക്ട് മീ. ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് തിരിച്ചു വന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. വി യൂസ്ഡ് ടു കോൾ എവറി ഡേ. വി യൂസ്ഡ് ടു കോൾ എവറി ഡേ.